പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്തെമ്പാടും നടക്കുന്നൊരു പ്രവണതയാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നമ്മളെ നടുക്കിക്കൊണ്ട് നിരവധി ആളുകളെ പല കമ്പനികളും പിരിച്ചുവിടുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അങ്ങനെ കേൾക്കുന്നത് ടാൽറോപ്പാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നമുക്കറിയാം, ഇപ്പോൾ ഈ പാലാരിവട്ടത്ത് തന്നെയുള്ള അവർക്ക് കോഴിക്കോടും എറണാകുളത്തുമൊക്കെ ഓഫീസുകളുള്ള കോറോ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കമ്പനി, അവരെ ഏതാണ്ട് 800-900 വരുന്ന ആളുകളെ പിരിച്ചുവിട്ടു. അപ്പോൾ അതിൽ തന്നെ ഏതാണ്ട് ഒരു 90% ആളുകളെയും പിരിച്ചുവിട്ടു. അവർ കമ്പനി പൂട്ടാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മാസത്തേക്കുള്ള നോട്ടീസ് പീരീഡ് കൊടുത്തിട്ടൊന്നും പിരിച്ചുവിടുകയല്ല ചെയ്തിട്ടുള്ളത്. പകരം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അവരെ പിരിച്ചുവിടുമ്പോൾ ഈ ജൂൺ മാസം 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതിയാണ് അവരെ അറിയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാമല്ലോ, ഒരു ഹോസ്റ്റൽ ഫീസ് താമസിക്കുന്നവരാണെങ്കിൽ 2-3 ദിവസം എന്ന് പറഞ്ഞാൽ പിന്നെ 15 ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ ഹോസ്റ്റൽ ഫീ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളും തന്നെ ചർച്ച ചെയ്യുന്നത് തൊലിപ്പുറമേയുള്ള ഒരു കാര്യമായിട്ടാണ്. കാരണം ഇത് ആളുകളെ പിരിച്ചുവിടുന്നു, അപ്പോൾ നമുക്ക് അവിടെ പോയി സമരം ചെയ്യാം. പക്ഷെ അവിടെ പോയി സമരം ചെയ്തുകൊണ്ടൊന്നും ഒരു പ്രതിവിധി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ലേബർ കോഡുകൾ പുതിയതായി വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ള വിഷയം ഇതിനകത്തുണ്ട്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ലേബർ ലോസ്, അതിൻ്റെ പേര് തന്നെ മാറ്റി ലേബർ കോഡുകൾ എന്നൊക്കെ ആക്കി നിരവധി നിയമങ്ങൾ കൊണ്ടുവന്നു. അതിന് ചട്ടം കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ആ ചട്ടങ്ങളിൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് ലേ ഓഫ് പ്രഖ്യാപിക്കാൻ ഒരു കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 100 ആളുകളെ പിരിച്ചുവിടുന്ന ഒരു കമ്പനിയാണെങ്കിൽ അതിന് ഇപ്പം പ്രയർ പെർമിഷൻ എടുക്കേണ്ടതുണ്ട്. പക്ഷെ അത് 300 ആക്കി കൊടുത്തു. ഞാൻ പറഞ്ഞ ഇപ്പോൾ ഒരു ഉദാഹരണം മാത്രമാണ്. അതുപോലെ കോൺട്രാക്ച്വൽ ലേബേഴ്സിനാണെങ്കിൽ ഇപ്പോൾ ഒന്നും പറയാതെ അവർക്ക് ഒരു സുപ്രഭാതത്തിൽ പിരിച്ചുവിടാം. അപ്പം ഇത്തരത്തിലുള്ള നിരവധി പിരിച്ചുവിടലുകൾ ഇനി ഇന്ത്യയിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം. യഥാർത്ഥത്തിൽ നമ്മുടെ ലോകത്തെ ആളുകൾക്ക് അറിയാത്തൊരു കാര്യം, ഇത് കാനഡയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ മാത്രമാണെന്ന് വിചാരിക്കരുത്. പക്ഷെ ഇത്തരത്തിൽ വലിയ പിരിച്ചുവിടലുകൾ സംഭവിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ ഈ കമ്പനികൾ, ടാൽറോപ്പിൻ്റെയൊക്കെ പല ആളുകളും വന്ന് പറഞ്ഞേക്കണത്, AI എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എഞ്ചിനീയർ 24 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട കാര്യം AI ഉപയോഗിച്ച് 8 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ആളുകൾ ഞങ്ങൾക്ക് എന്തിനാണ് എന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിലൊരു വലിയ വൈരുദ്ധ്യം കൂടി ഉണ്ട്. ആ വൈരുദ്ധ്യം എന്താ വെച്ചാൽ, നേരത്തെ ഈ നമ്മുടെ ഇവിടെ നടത്തുന്ന ഹർത്താലുകളെയും സമരങ്ങളെയൊക്കെ പുച്ഛത്തോടു കൂടി വീക്ഷിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് അതിനോട് താല്പര്യമില്ലാതിരുന്ന ഒരു യുവതലമുറ കൂടി ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. പക്ഷെ അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനെ എങ്ങനെയാണ് നോക്കുകയാണെന്ന്. അല്ല, ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മളെ ജൻസികൾക്ക്, അവരാണുള്ള ചെറുപ്പക്കാരെ, അവർക്ക് രാഷ്ട്രീയത്തിനോടും അതുപോലെ തന്നെ ഉള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളോടും താല്പര്യമില്ലാത്തവരാണ്. താല്പര്യമില്ലാതാവുന്നതിന് കാരണങ്ങൾ രാഷ്ട്രീയവും അതേപോലെ തന്നെ ട്രേഡ് യൂണിയൻ നേതൃത്വവും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ലോകത്ത് 8 മണിക്കൂർ പണി എടുക്കുക എന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ചിക്കാഗോയിൽ നടക്കുന്നത്. ആ നിരവധി ആളുകൾ വെടിയേറ്റ് വീണു. അതിൻ്റെ ആ രക്തമാണ് ശരിക്കും പറഞ്ഞാൽ തൊഴിലാളികൾക്ക് അവരുടെ അവകാശം ഉറപ്പിക്കുന്നതിനും അവരുടെ ജോലി സമയം എന്ന് പറയുന്നത് 8 മണിക്കൂറായി കുറക്കുന്നതിനും വേണ്ടിയിട്ട് പര്യാപ്തമായി. അത് ചരിത്രമാണ്. ആ ചരിത്രമൊന്നും ഇന്നത്തെ മനുഷ്യനെ ആവശ്യമില്ല. പ്രത്യേകിച്ച് IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അവർ 8 മണിക്കൂറല്ല 10 മണിക്കൂറും 12 മണിക്കൂറൊക്കെ പണിയെടുക്കാൻ തയ്യാറാണ്. അവർക്ക് അതിനനുസരിച്ച് പണം കൂടുതൽ ഇടണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ഇത്തരത്തിലുള്ള മനുഷ്യാവകാശങ്ങൾ, അത് മനുഷ്യാവകാശമാണ് ഈ 8 മണിക്കൂർ പണി എടുക്കുക എന്ന് പറയും. അത് സ്വമേധയാ അവരെന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. അവർ തന്നെ പറയുകയാണേ, ഞങ്ങൾ 10-12 മണിക്കൂർ പണിയെടുക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പണിയെടുക്കുന്ന ആളുകളായിട്ട് അവർ മാറിക്കഴിഞ്ഞിരുന്നു ഒരു വശത്ത്. എന്നുവെച്ചാൽ മാനസികമായിട്ട് അവർ അങ്ങനത്തെ ഒരു സ്റ്റാറ്റസ് കോയിലേക്ക് എത്തിച്ചേർന്നു. അതേ സമയത്ത് സർക്കാരുകളുടെ രീതി എന്ന് പറയുന്നത് മാറി. നേരത്തെ ഉണ്ടായിരുന്ന, അതായത് ഏറ്റവും കുറച്ച് പ്രവർത്തിക്കുന്ന സർക്കാരാണ് ഏറ്റവും നല്ല സർക്കാരെന്ന് പറയുന്ന തരത്തിലേക്ക് വരികയും ഒരു സ്ഥലത്തും സർക്കാർ വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്യുകയും, സർക്കാരിൻ്റെ ബിസിനസ് എന്നുവെച്ചാൽ ബിസിനസ് ഓഫ് ദ ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ട് മാത്രമേ സർക്കാർ മാറുന്നുള്ളൂ. ഫെസിലിറ്റേറ്റർ മാത്രമായിട്ട്. അതെ, ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്. ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് പറ്റില്ല എന്ന് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് സർക്കാർ എന്ത് ചെയ്തു? നിയമങ്ങളൊക്കെ മാറ്റി. ഇപ്പോൾ പുതിയ ലേബർ കോഡ് വന്ന സമയത്ത് BJP സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വന്ന ലേബർ കോഡ് എന്ന് പറയുന്നത് BJPയുടെ തൊഴിലാളി സംഘടനയായിട്ടുള്ള BMS പോലും അതിശക്തമായിട്ട് അതിന് വലിയ എതിർപ്പായിരുന്നു. ഏറ്റവും ശക്തമായിട്ട് എതിർത്ത് അവരായിരുന്നു. എല്ലാവരും എതിർക്കുന്നുണ്ട്. പക്ഷേ ആ എതിർപ്പുകളൊക്കെ തന്നെ വെറുതെ ആവിയായിപ്പോയി എന്നുള്ളതാണ് സത്യം. ഒരു എതിർപ്പും ഫലപ്രദമായില്ല. നിയമമായി നിലവിൽ വന്നു.
അതോടുകൂടി ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ തൊഴിലാളികളെ പിരിച്ചുവിടാം. കോർപ്പറേറ്റ് കമ്പനിക്ക് മാത്രമല്ല, ഏത് ചെറിയ കമ്പനിക്കും അവരുടെ തൊഴിലാളികളെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം എന്ന അധികാരം അവരുടെ കയ്യിൽ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ സാധാരണ രീതിയിൽ ചെയ്യുന്ന കാര്യം 1 മാസത്തെ 2 മാസത്തെ 3 മാസത്തൊക്കെ പൈസ കൊടുക്കും. പൊയ്ക്കോളാൻ പറയും, പോകണം. ഇപ്പം നടക്കുന്ന ഈ സമരത്തിൽ സർക്കാർ ഇടപെടുന്നുണ്ട്. ഇതൊക്കെ അവസാനിക്കാൻ പോകണം എങ്ങനെയാണ്? ചിലപ്പോൾ 1 മാസത്തെ ശമ്പളം കൂടി കൊടുത്ത് പിരിച്ചുവിടും. അല്ലാണ്ട് ഇവരാരും സർക്കാരിൽ ആരും വിചാരിച്ചാലും സ്ഥിരപ്പെടുത്താനായിട്ട് പോകുന്നില്ല. അതൊരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞിരിക്കും. ഈ യാഥാർത്ഥ്യത്തിനോട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് പുതിയ കാലത്തിൻ്റെ സാധ്യത. പക്ഷേ നമ്മൾ പ്രതിഷേധിക്കാതിരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഇതെല്ലാം മനുഷ്യവിരുദ്ധമാണ്. ഇതിപ്പോഴല്ല, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവം ആരംഭിച്ച സമയത്ത് അന്ന് അതിശക്തമായിട്ടുള്ള രീതിയിൽ അവിടുത്തെ തൊഴിലാളികൾ, ബ്രിട്ടനിലെ തൊഴിലാളികൾ അതിനെതിരെ പോരാടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരതൊക്കെ തല്ലിപ്പൊളിക്കുകയാണ് ചെയ്തത്. വ്യവസായശാലകൾ തല്ലിപ്പൊളിക്കുകയാണ് ചെയ്തത്. അവരുടെ പണി മുഴുവനും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. തല്ലിപ്പൊളിച്ചു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെ ചെയ്യും. ഇവിടെ കമ്പ്യൂട്ടർ വന്ന സമയത്ത് CITU നേതൃത്വത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ അതൊക്കെ തല്ലിപ്പൊളിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പരിഹസിക്കുന്ന ആൾക്കാരാണ്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതായ ഒരു പ്രതിപ്രവർത്തനം മാത്രമാണ്. അത് മനുഷ്യത്വത്തിൻ്റെയും മനുഷ്യരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഉള്ള ബോധത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഒരു ആക്രമണം മാത്രമാണ്. അതിനപ്പുറത്ത് അതിന് പ്രസക്തിയും പ്രാധാന്യവും ഇല്ല എന്നുള്ളത് ശരിയാണ്. കാരണം മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ മാറണം. പക്ഷെ മാറാൻ നമുക്ക് സമയം കിട്ടില്ല, അതാണ് പ്രശ്നം. ഇവിടെ ഇപ്പോൾ സംഭവിച്ചതിനാണ് മാറാൻ സമയമില്ല. അവർ പിരിച്ചുവിട്ട് അന്തം വിട്ട് അമ്പരന്നിരിക്കുകയാണ് ഈ തൊഴിലാളികൾ മുഴുവനും. ഒരു ദിവസം വന്നിട്ട് നാളെ നിങ്ങൾ വരണ്ട എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമില്ലേ, അത് മുൻകൂട്ടി കണ്ട് പിരിച്ചുവിടുകയാണെങ്കിൽ പോലും അതിനാവശ്യമായിട്ടുള്ള സാവകാശം, അതുപോലെ അവർക്ക് അതിനൊരു പുനർസജ്ജീകരണത്തിനുള്ള സംവിധാനം, ഇതൊക്കെ കൊടുക്കുകയെന്ന് വെച്ചാൽ അവിടെ മനുഷ്യത്വം ഉണ്ടെന്ന് പറയാൻ പറ്റും. അതില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഫലമില്ലെങ്കിൽ പോലും അതിനെ എതിർത്തേ പറ്റും. അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാഷ് പറഞ്ഞ വളരെ ഗൗരവമായ ഒരു കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇത് എന്താണെങ്കിലും ശരി, അത് റിസൾട്ട് കിട്ടുമോ ഇല്ലയെന്ന് അറിഞ്ഞെങ്കിൽ പോലും നമ്മൾ പ്രതിഷേധിച്ചേ പറ്റൂ. യഥാർത്ഥത്തിൽ ആ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഒരു പരിഹസിക്കപ്പെടുന്ന ഒരു അവസ്ഥയും കേരളത്തിലടക്കം, ഞാൻ പറഞ്ഞ ആഗോളതലത്തിലുണ്ട്, കേരളത്തിലൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് മാഷ് അറിയേണ്ടത്, ഇത് 2020 ഫെബ്രുവരി 12 ഇവിടെ ഒരു ഹർത്താൽ നടക്കുന്നുണ്ട്. അതുപോലെ അങ്ങനെ 2 തവണ 2022 ഒരു നാഷൻ വൈഡ് ബന്ദ് കിടക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ വെച്ചാണ് മാഷപ്പ് ഓർക്കുന്നുണ്ടാവും, അതായത് ഇളമരം കരിയും മറ്റേ പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വരല്ലേ എന്ന് പറഞ്ഞൊരു അഭിപ്രായം പറയുകയും, അന്ന് വിനു വി ജോർജ് എന്ന് പറയുന്ന ഏഷ്യാനെറ്റിന്റെ അവതാരകൻ മറ്റേ അങ്ങനെ മുഖമടിച്ച് ചോര എടുത്തേണ്ടത് ഇളമര കരീമിന്റെ ആയിരുന്നു, അദ്ദേഹത്തിന്റെ കുടുംബക്കാരെയാണ് ഇറക്കി വിട്ടതെങ്കിൽ ഇതുപോലെ പറയുമായിരുന്നു എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് വലിയ കയ്യടികളൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു. യഥാർത്ഥത്തിൽ അന്ന് CITU വിനു വി ജോർജിനെതിരെയൊക്കെ വലിയ പ്രക്ഷോഭം നടത്തിയെന്നോ, പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ വന്ന് മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ഉണ്ടായി പല ഓഫീസുകളുടെ. പക്ഷെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു ഗ്ലോബലൈസേഷന്റെ കടന്നുവരവോടുകൂടി ഈ ലേബർ കോഡുകൾ മാറ്റിയതിനെതിരെ ആയിരുന്നു അന്ന് സമരം. പക്ഷെ ലേബർ കോഡുകൾ മാറ്റിയതിനെതിരെ, അതായത് എല്ലാ ട്രേഡ് യൂണിയനുകളും കൂടി ചേർന്നിട്ടുള്ള സെന്റർ ഓഫ് ട്രേഡ് യൂണിയനുകൾ എല്ലാവരും കൂടി സമരം നടത്തി. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു സ്വയം വിമർശനം പറഞ്ഞാൽ നമ്മളടക്കം പോലും ഇത്തരം സമരത്തിലേക്ക് പോണോ അല്ലെങ്കിൽ ഇത്രയും ഗൗരവത്തിൽ പോണോ എന്നൊക്കെ ഞാൻ പറഞ്ഞ, ഞാനല്ല ഇപ്പൊ പല ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ആ ആളുകൾ ഇന്ന് ഇതിന്റെ തിക്തഫലം അനുഭവിക്കുമ്പോഴാണ് ആ സമരത്തിന്റെയൊക്കെ പ്രാധാന്യം കൂടി നമ്മൾ തിരിച്ചറിയുന്നത്. മാഷ് പറഞ്ഞ പോലെ അത് തൊഴിലാളികൾ ചിലപ്പോൾ കുറച്ച് അക്രമാസക്ത കൂടിപ്പോയിട്ടുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു ലാർജ് കോസിനെ തന്നെ മാറ്റിമറിക്കാനും ഒക്കെ മാധ്യമങ്ങളൊക്കെ തന്നെ ശ്രമിച്ചിരുന്നു. ഇപ്പൊ ഇവിടെ പക്ഷേ ഈ കോറോ ഹെൽത്തിലെ പ്രശ്നത്തില് അവിടുത്തെ ആവറേജ്, ഈ പിരിച്ചുവിട്ടേക്കുന്ന 800 പേരുടെ ഒരു ആവറേജ് ഏജ് എന്ന് പറയുന്നത് 27-28 വയസ്സാണ്. അതൊരു പ്രശ്നമാണ്. അതിൽ തന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ലോകത്തെല്ലായിടത്തും ഈ കമ്പനികൾക്ക് വേണ്ടി ഭരണകൂടങ്ങളൊക്കെ തന്നെ ഇതുപോലെ നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോറോ ഹെൽത്ത് എന്ന് പറഞ്ഞ കമ്പനിയുടെ പുറകിലുള്ള 2 കമ്പനികൾ, ആ 2 കമ്പനികളുടെയും ജോയിന്റ് വെഞ്ചറാണ്. അതിലൊന്ന് പേഷ്യൻ സ്ക്വയർ എന്ന് പറയുന്ന ഒരു കമ്പനി, രണ്ടാമത്തേത് കാർലൈൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനി. ഈ പേഷ്യൻ സ്ക്വയറിന്റെ ടേൺ ഓവർ എന്ന് പറയുന്ന അവരുടെ അസറ്റ് 1.81 lakh crores ആണ്, എന്ന് പറഞ്ഞാൽ 1.81 ലക്ഷം കോടിയാണ്. രണ്ടാമത്തെ കമ്പനി, ഈ കമ്പനി 2020 ഈ പേഷ്യൻ സ്ക്വയർ എന്ന് പറഞ്ഞ കമ്പനി രൂപീകരിക്കപ്പെടുന്നത്. 2020 തന്നെയാണ് കോറോസ് ഹെൽത്തും രൂപീകരിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ പുറകിലുള്ള ഏറ്റവും വലിയ കമ്പനി എന്ന് വെച്ചാൽ കാർലൈൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞവരാണ്. അവരുടെ ടേൺ ഓവർ, അവരുടെ അസറ്റ് എന്ന് പറയുന്നത് 45 ലക്ഷം കോടി രൂപയിൽ കൂടുതലാണ്. അപ്പൊ അവരെ സംബന്ധിച്ച്
ഇപ്പൊ ബിന്ദു കൃഷ്ണ വന്ന് ചർച്ച നടത്തുന്നു എന്ന് പറയുന്നത് അവർക്ക് എന്നുള്ള കാര്യമല്ല, പ്രശ്നമുള്ള കാര്യമല്ല. ബിന്ദു കൃഷ്ണ ചർച്ച ഇവിടെ MLA-മാരൊക്കെ പോയി ചർച്ച നടത്തുമ്പോൾ അവർ പറഞ്ഞിരുന്നത് താൽക്കാലികമായി ഞങ്ങളിപ്പോൾ ഈ തീരുമാനം മരവിപ്പിക്കണമെന്നാണ്. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരത് തീരുമാനം മാറ്റി. കാരണം എന്താ, അവരുടെ കമ്പനികൾ പുറത്ത് ഈ പറയുന്ന ടെക്സാസിലും അതുപോലെ തന്നെ ന്യൂയോർക്കിലും ഒക്കെ വേരുകളുള്ള കമ്പനിയാണ്. പിന്നെ ഇതിനൊരു ന്യായീകരണമായി ഗവൺമെന്റോ അല്ലെങ്കിൽ ഈ റൈറ്റ് വിങ് ഐഡിയോളജിക്കാരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യയിലേക്ക് തൊഴിലവസരങ്ങൾ വരണമെങ്കിൽ നമ്മൾ കുറച്ച് ഇളവുകൾ കൊടുത്തേ പറ്റൂ. കാരണം ചെക്കോസ്ലോവാക്യയിലോ അല്ലെങ്കിൽ മറ്റ് ചൈനയിലോ തായ്വാനിലോ മറ്റ് സ്ഥലങ്ങളിലോ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി അവർക്കുണ്ട്. അപ്പൊ നമ്മൾ ആ മറ്റേ കമ്പനികൾക്ക് അനുകൂലമായിട്ടുള്ള ചില നിയമങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്ന് പറയുന്ന ഒരു വാദം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ഈ കമ്പനികളിലെല്ലാം ഇൻഫ്ലുവൻസ് കൊണ്ട് ഈ സമരങ്ങൾക്കെതിരെയൊക്കെ വലിയൊരു മോശപ്പെട്ട കാര്യമാണ്, ട്രേഡ് യൂണിയൻ തന്നെ മോശപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രേഡ് യൂണിയനുകൾക്കൊന്നും തന്നെ ഈ IT മേഖലയിൽ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പേരിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ സംഭവിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത് ഈ ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കുന്ന ഒരു വലിയ പ്രശ്നം ഇന്ത്യയിലേക്ക് കൂടി വരാനിരിക്കുന്നു. ഇതൊരു ചെറിയ തുടക്കമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ ഇപ്പം തന്നെ തൊഴിലില്ലായ്മ ഏതാണ്ട് ചില സ്റ്റേറ്റുകളിൽ 20-29% വരെ തൊഴിലില്ലായ്മയുണ്ട്. അപ്പൊ അത്തരത്തിൽ വലിയ തോതിൽ നമ്മുടെ ഇക്കോണമി ഇത് ബാധിക്കാൻ പോകുന്നൊരു പ്രശ്നം കൂടിയാണ്. അതിൻ്റെ ഒപ്പമാണ് ടെക്നോളജി മാഷ് പറഞ്ഞ പോലെ മറ്റേ AI ഒക്കെ വരുമ്പോഴത്തേക്കും ഇനി ഇതെങ്ങനെ തൊഴിലാളികളെ അതിഭീകരമായി ബാധിക്കും എന്നുള്ളൊരു വലിയ വിഷയം ഇരിക്കുന്നത്. ഇത് ഗ്ലോബലി തന്നെ വലിയ പ്രശ്നമാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇത് ചെറുക്കാൻ വേണ്ടി ചില നിയമങ്ങളെങ്കിലും കുറഞ്ഞ പക്ഷം ചെറിയ തോതിലെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും ഗവൺമെന്റുകൾ ഇപ്പം മാറ്റി കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അല്ല, നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒരു 4th സ്റ്റേറ്റിൽ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും ഒക്കെ വലിയ തരത്തിൽ ഇതിൽ ഇടപെടാൻ പോകുന്നതാണ്. അങ്ങനെ ഇടപെടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് തൊഴിൽ മേഖലയിൽ വലിയ സംഭവങ്ങളുണ്ടാവും. ഇപ്പോൾ ഓക്സ്ഫോർഡ് സർവകലാശാല നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 60% നിലവിലുള്ള തൊഴിലുകൾ തന്നെ ഇല്ലാതാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ ശതമാനത്തിന് പ്രാധാന്യമില്ലെങ്കിലും വളരെയധികം പണികളില്ലാതെ, ഉദാഹരണത്തിന് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ വാഹനങ്ങളൊക്കെ ഡ്രൈവറില്ലാതെ സഞ്ചരിക്കും. ഡ്രൈവറില്ലാതെ സഞ്ചരിക്കുന്ന ടാക്സികൾ, കാറുകൾ, ലോറികൾ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലക്ഷക്കണക്കിന് പേരുടെ തൊഴിലാണ് നഷ്ടപ്പെടാനുള്ളത്. അതൊന്നും ആ രീതിയിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. എത്തുമായിരിക്കും. കാരണം ബിസിനസ്സിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള മോട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റിന് എങ്ങനെയാണ് ഈ പുതിയ ടൂൾസ്, ടെക്നോളജി യൂട്ടിലൈസ് ചെയ്യാന്നുള്ള അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ തൊഴിൽ മേഖല വളരെയധികം പ്രതിസന്ധി നേരിടും. അതിലാദ്യം തന്നെ അത് പിടിച്ചു കുലുക്കപ്പെടുക IT മേഖലയിൽ തന്നെയായിരിക്കും. നമ്മുടെ ചെറുപ്പക്കാർക്കിപ്പോൾ തൊഴിലുണ്ടാക്കി കൊടുക്കുന്ന ഏക മേഖല IT മേഖലയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ഈ പ്രതിസന്ധി വരുന്നത്. ഈ കമ്പനികളൊക്കെ അങ്ങനെയുള്ള കമ്പനികളാണല്ലോ ശരിക്കും. അതെ അതെ. അപ്പോൾ അവിടെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇനി വളരെ കൂടുതലുണ്ടാകുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് ഒരു അപകടമില്ലാത്ത തരത്തിലേക്ക് നമ്മുടെ ലേബർ കോഡ് മാറിയിട്ടുണ്ടെന്നാണ്. അല്ല, ഇതിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. അതെന്ന് പറയുന്നത് മാഷ് അറിയേണ്ടത്, ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഒരു രാജ്യം കൂടി ഇന്ത്യയാണ്. കാരണം നമ്മുടെ ഒരു നിയർലി ഒരു 30% വരുന്ന ഒരു എഡ്യൂക്കേറ്റഡ് യങ്സ്റ്റേഴ്സ് ജോലി ചെയ്യുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള മെഡിക്കൽ കോഡിങ് അല്ലെങ്കിൽ IT-യുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള മെഡിക്കൽ കോഡിങ് അല്ലെങ്കിൽ IT ഈ മേഖലയിൽ ഒക്കെ തന്നെയാണ് വലിയ തൊഴിലവസരങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അവരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലൊരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. ആ മിഡിൽ ക്ലാസിൻ്റെ ജോലികൾ കൂടി നഷ്ടപ്പെടുമ്പോഴേക്കും ഇന്ത്യയിൽ ഒരു വലിയ മാന്ദ്യമോ അല്ലെങ്കിൽ വലിയ രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മ പോലെയുള്ള പ്രതിസന്ധികളൊക്കെ വരാനിരിക്കുന്നു. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് കേരളത്തിൽ കണ്ടത് എന്ന് നമ്മൾ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി.